ഒരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് പോകുന്നു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ മകൻ കൊലപ്പെടുത്തി. നെടുമ്പാശ്ശേരി സ്വദേശി അനിതയാണ് കൊല്ലപ്പെട്ടത്. 3 മാസത്തെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് മരണം. കമ്പുകൊണ്ട് ശരീരത്തിലാകമാനം മർദ്ദിച്ചതിൻ്റെ പാടുകൾ കാണപ്പെട്ടു. അമ്മയുടെ പേരിലുള്ള 1.5 ഏക്കർ ഭൂമി സ്വന്തമാക്കാനായിരുന്നു കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. മകൻ ബിനുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിഷാദ് ദിലീപ് ചേരുന്നു. നിഷ, വളരെ ക്രൂരമായിട്ടാണ് മകൻ അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. 3 മാസം മർദ്ദനത്തിന് ഇരയാക്കി. അതിനെ തുടർന്നാണ് ഇപ്പം മരണം സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി അമ്മയുടെ പേരിലുള്ള 1.5 ഏക്കർ ഭൂമി അത് സ്വന്തമാക്കാൻ ആയിരുന്നു കൊലപാതകം എന്ന നിഗമനത്തിലാണിപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. പ്രാഥമിക നിഗമനമാണ്. ഇനി എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ മകൻ കൊലപ്പെടുത്തി എന്നതും അത്യന്തം ഖേദകരമാണ്, അതുപോലെ തന്നെ ഞെട്ടിക്കുന്നതുമാണ്. എന്താണ് വിശദാംശങ്ങൾ? അൽനമ്പ്യാർ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇങ്ങനെയൊരു കൊലപാതകം ഉണ്ടാകുന്നത്. നെടുമ്പാശ്ശേരി സ്വദേശിയായ അനിതയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അനിത മകൻ ബിനുവിനൊപ്പമാണ് താമസിച്ചിരുന്നത്. ബിനുവും ബിനുവിൻ്റെ ഭാര്യയും താമസിക്കുന്നതിനൊപ്പമായിരുന്നു അനിതയും ഉള്ളത്. ഈ അനിത മരിച്ച നിലയിൽ അനിതയെ ഈ ബിനു ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ അനിത മരിച്ചിരുന്നു. ആശുപത്രി അധികൃതർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തുകയായിരുന്നു. പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ അനിതയുടെ തലയ്ക്കൊക്കെ അടിയേറ്റ നിലയിലായിരുന്നു. ഒപ്പം തന്നെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അനിതയുടെ മകനായ ബിനുവിനെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് താൻ അമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കാര്യം ബിനു പോലീസിനോട് സമ്മതിച്ചത്. ബിനുവിനെ ഇപ്പോഴും നെടുമ്പാശ്ശേരി പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ബിനു പറഞ്ഞതനുസരിച്ച് ഈ അനിത കുറേ നാളുകളായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്നും ബിനു കുറച്ചുനാൾ മുമ്പാണ് അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഈ അനിതയുടെ പേരിൽ ഇടുക്കിയിലെ വെള്ളത്തൂവലിൽ 1.5 ഏക്കറോളം വരുന്ന ഭൂമിയുണ്ട്. ഈ ഭൂമി ബിനുവിന്റെ പേരിൽ നിഷ,